ഒക്ടോബറിൽ പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതത്ര എളുപ്പമല്ല. നെതന്യാഹുവിന് കടുത്ത വെല്ലുവിളിയുയർത്തി മുൻ സൈനിക മേധാവി ഗാഡി ഐസൻകോട്ട് രംഗത്തുണ്ട് എന്നതാണ് പ്രധാന നിരീക്ഷണം. ഇസ്രയേലിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേർവിപരീത നിലപാടുകൾ സ്വീകരിച്ചാണ് ഗാഡി ഐസൻകോട്ട് കളം പിടിക്കാൻ തയ്യാറെടുക്കുന്നത്. നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ ലിക്കുഡ് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തിയാണ് ഐസൻകോട്ടിന്റെ പുതിയ പാർട്ടിയായ യാഷർ ജനപ്രീതി നേടുന്നത്. മുൻ പ്രധാനമന്ത്രിമാരായ നഫ്താലി ബെനറ്റ്, യയർ ലാപിഡ് എന്നിവരാണ് നിലവിൽ നെതന്യാഹുവിന്റെ ബദ്ധശത്രുക്കൾ. അവരെക്കാൾ തന്ത്രപരമായിട്ടാണ് ഐസൻകോട്ട് നെതന്യാഹുവിനെ നേരിടുന്നത് എന്നതാണ് നിരീക്ഷണങ്ങൾ പറയുന്നത്. പുറത്തുവന്ന പുതിയ ചാനൽ 13 സർവേ പ്രകാരം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നെതന്യാഹുവിനേക്കാൾ യോഗ്യൻ ഐസൻകോട്ടാണെന്നാണ് ജനങ്ങൾ കരുതുന്നത്. 120 അംഗങ്ങളുള്ള പാർലമെന്റിൽ ലിക്കുഡ് പാർട്ടിക്ക് 23 സീറ്റുകൾ പ്രവചിക്കുമ്പോൾ ഐസൻകോട്ടിന്റെ യാഷർ പാർട്ടിക്ക് 20 മുതൽ 22 വരെ സീറ്റുകളാണ് സർവേകൾ പ്രവചിക്കുന്നത്. 4 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിനെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കുമെങ്കിലും സഖ്യകക്ഷി സമവാക്യങ്ങൾ രൂപീകരിക്കുക എന്നത് ഐസൻകോട്ടിനും പ്രതിപക്ഷത്തിനും കനത്ത വെല്ലുവിളി തന്നെയായിരിക്കും. ഐസൻകോട്ടിന്റെ വളർച്ച വലിയ ഭീഷണിയായാണ് നെതന്യാഹുവിന്റെ പാർട്ടി കാണുന്നത്. ഐസൻകോട്ടും പ്രമുഖ അറബ് പാർലമെന്റ് അംഗം അഹമ്മദ് തിബിയെയും ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ പുറത്തിറക്കി അറബ് വിരുദ്ധ വികാരം ഇളക്കിവിടാനുള്ള ശ്രമത്തിലാണ് നെതന്യാഹുവിന്റെ പാർട്ടി. ഇതിനായി അവർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗികമായി ഷെയർ ചെയ്തിരുന്നു. അറബികളില്ലാതെ ഐസൻകോട്ടിന് സർക്കാർ രൂപീകരിക്കാനാകില്ല എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. ഐസൻകോട്ടിന്റെ ഇംഗ്ലീഷ് ഉച്ചാരണത്തെ പരിഹസിക്കുന്ന വീഡിയോകളും നെതന്യാഹു അനുകൂലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. വ്യക്തിത്വത്തിലും പശ്ചാത്തലത്തിലുമുള്ള വലിയ വ്യത്യാസങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് 66-കാരനായ ഐസൻകോട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രസംഗങ്ങളിലും രാഷ്ട്രീയ കളികളിലും വിരുദ്ധനായ നെതന്യാഹുവിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് ഐസൻകോട്ട്. ശാന്തമായ പ്രചാരണങ്ങൾ, മിതവാദ നിലപാടുകൾ എന്നിവയാണ് അദ്ദേഹം കരുത്താക്കുന്നത്. നെതന്യാഹുവിന്റെ രീതികളിലൂടെ മുന്നോട്ടു പോകുന്നതിന് പകരം നേർവിപരീതമായി നിന്ന് നേരിടുന്നു എന്നതാണ് ഐസൻകോട്ടിനെ വ്യത്യസ്തനാക്കുന്നത്. നെതന്യാഹു ഇസ്രയേലിലെ ഉന്നത കുലജാതനാണ്. എന്നാൽ ഐസൻകോട്ട് ആവട്ടെ മൊറോക്കോയിൽ നിന്നുള്ള കുടിയേറ്റ കുടുംബത്തിലാണ് പിറന്നത്. ഇസ്രയേലിന്റെ അധികാര കേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള തിബരിയാസിലും എയിലാത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ യൗവനം. തിരഞ്ഞെടുപ്പിൽ ഐസൻകോട്ട് ജയിച്ചാൽ ഇസ്രയേൽ ചരിത്രത്തിലെ ആദ്യത്തെ പശ്ചിമേഷ്യ ഉത്തരാഫ്രിക്കൻ പശ്ചാത്തലമുള്ള ജൂത വിഭാഗക്കാരനായ പ്രധാനമന്ത്രിയാകും അദ്ദേഹം. ലിക്കുഡ് പാർട്ടിയുടെ പ്രധാന വോട്ടർമാരായ ഈ വിഭാഗങ്ങൾക്കിടയിൽ ഐസൻകോട്ടിന് വലിയ സ്വാധീനമുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്നു ഐസൻകോട്ട്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം രൂപവൽക്കരിച്ച നെതന്യാഹുവിന്റെ അടിയന്തര യുദ്ധ ക്യാബിനറ്റിൽ അംഗമായിരുന്നു അദ്ദേഹം. എന്നാൽ നെതന്യാഹു സർക്കാരിന് വ്യക്തമായ തന്ത്രങ്ങളില്ല. ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ച് 2024 ജൂണിൽ അദ്ദേഹം യുദ്ധ ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ചിരുന്നു. ഈ യുദ്ധത്തിൽ ഐസൻകോട്ടിന് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഗാസ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകൻ കൊല്ലപ്പെട്ടു. 2 അനന്തരവന്മാരും സമാനമായ വിധത്തിൽ കൊല്ലപ്പെട്ടു. മകന്റെ മരണമാണ് ഇസ്രയേൽ ജനതയെ വൈകാരികമായി ഐസൻകോട്ടുമായി അടുപ്പിച്ചതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. നെതന്യാഹുവിന്റെ മകൻ യാസർ യുദ്ധകാലത്ത് ഭൂരിഭാഗം സമയവും മയാമിയിൽ സുഖവാസത്തിലായിരുന്നു എന്ന കാര്യം ഇസ്രയേലിൽ വലിയ രാഷ്ട്രീയ ചർച്ചയുമായിരുന്നു. അതേസമയം പശ്ചിമേഷ്യ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചെന്നാണ് ഭൂരിഭാഗം ഇസ്രയേൽക്കാരും വിശ്വസിക്കുന്നതെന്നുള്ള സർവേ കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്തു വന്നിരുന്നു. സർവേയിൽ പങ്കെടുത്ത 92.1% പേരും യുദ്ധത്തിലും US ഇറാൻ ഇടക്കാല കരാറിലും മേൽക്കൈ നേടിയത് ഇറാനാണെന്നാണ് അഭിപ്രായപ്പെട്ടത്. US ഇറാൻ ഇടക്കാല കരാറിൽ ജനം അതൃപ്തരാണെന്നും സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജൂൺ 17 മുതൽ 20 വരെ 3644 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേമും അകം ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് സർവേ നടത്തിയത്. സർവേയിൽ പങ്കെടുത്ത 92.1% പേരും യുദ്ധത്തിൽ ഇറാൻ ജയിച്ചെന്നാണ് വിശ്വസിക്കുന്നത്. 82.9% പേർ ഇസ്രയേലിന്റെ ദീർഘകാല സുരക്ഷിതത്വം ദുർബലപ്പെട്ടെന്നും അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രധാന പിന്തുണക്കാരനായ വലതുപക്ഷ അനുയായികൾ 93.1% പേരും യുദ്ധത്തിൽ ഇറാൻ ജയിച്ചെന്ന് വിശ്വസിക്കുന്നവരാണത്രേ. പശ്ചിമേഷ്യ യുദ്ധം ഇസ്രയേലിലും നെതന്യാഹുവിനും വരുത്തിയ രാഷ്ട്രീയ നഷ്ടക്കണക്കുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു സർവേ. മാർച്ച് ആദ്യം 40.5% നെതന്യാഹുവിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിനുള്ള പിന്തുണ ജൂണിൽ 29.4% കുറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.